ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട ഇന്നോവയാണ്. ഇന്നോവ 2007 മോഡൽ വണ്ടിയാണ്. വണ്ടി ഏകദേശം 2,18,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൽ കംപ്ലൈൻറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ ഹെവി നോയ്സ് എന്ന് പറഞ്ഞാൽ നോയ്സും നല്ല കരിഞ്ഞ സ്മെല്ലുമാണ് വരുന്നത്. എന്നുവെച്ചാൽ ക്ലച്ച് പ്ലേറ്റ് തേഞ്ഞതിൻ്റെ അല്ല, റിലീസിങ് ബെയറിങ് പോയിട്ട് അത് കറങ്ങുന്ന ആ ഒരു സൗണ്ടും അതിൻ്റെ കരിയുന്നൊരു സ്മെല്ലുമാണ് ഇതിനകത്ത് വരുന്നത്. വെച്ചാൽ ബെയറിങ്ങിൽ ഗ്രീസ് ഒന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഒരു സ്മെല്ല് വരുമല്ലോ, ആ ഒരു ടൈപ്പ് സ്മെല്ലാണ് ഇതിനകത്ത് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഇനിയിപ്പോൾ എന്തായാലും അഴിച്ചു കഴിഞ്ഞാൽ ക്ലച്ച് സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി സെറ്റാക്കി കൊടുക്കണം. കണ്ടില്ലേ, സൗണ്ട് കണ്ടില്ലേ, ഇതാണ് സൗണ്ട്. ഇതിപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടാണ്, വിടുമ്പോൾ ആ സൗണ്ട് പൂർണ്ണമായിട്ട് പോകുന്നുണ്ട്, ചവിട്ടും വരുന്നുണ്ട്. ആ റിലീസ് ബെയറിങ്ങിൻ്റെ സൗണ്ടാണ് കൂടുതൽ ഇതിനകത്ത് വരുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഡെഡ് ആയിട്ടുണ്ടാവും, അതിൽ ഗ്രീസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഉള്ളിൽ കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഈ സൗണ്ട് വരുന്നത്. പക്ഷേ റേസാകെ പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല, വണ്ടി ഓടിക്കുന്നതിനും യാതൊരുവിധ ബുദ്ധിമുട്ടില്ല. ക്ലച്ച് ചവിട്ടുമ്പോൾ മാത്രമേ ഈ സൗണ്ട് വരുന്നുണ്ട്. എന്തായാലും നമുക്കത് മാറ്റണം. ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീസ് ഇല്ലാതെ ഒരു ബെയറിങ് ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും വഴി കിടക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ച് അപ്ലൈ ചെയ്താലും ക്ലച്ച് വർക്കിംഗ് ആവില്ല, ഗിയർ ഇടാനോ പിടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഗിയർ ബോക്സ് അഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അത് എത്രത്തോളം പോയിട്ടുണ്ട് എന്താണെന്നുള്ളത്. എന്തായാലും നമുക്ക് അഴിച്ച് മാറ്റാം. കാരണം റിലീസ് ബെയറിങ്ങിൻ്റെ അവസ്ഥ, ഇതിൻ്റെ സ്മെല്ലാണ് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. കണ്ടോ, എല്ലാം തവിട് പൊടിയായി പൊടിഞ്ഞു പോയി. ഉണ്ടോ, ഒന്നുമില്ല, കംപ്ലീറ്റും ഇതാണ് ആ സൗണ്ടും നമുക്ക് ആ ഒരു എന്താ പറയുക കത്തുന്നൊരു സ്മെല്ലും ഇതിനകത്ത് വന്നത്. എന്തായാലും നമുക്ക് ഫുൾ സെറ്റ് തന്നെ മാറ്റാം. ക്ലച്ചും റിലീസ് ബെയറിങ്ങും എല്ലാം കംപ്ലീറ്റ് മാറ്റാം. നമ്മൾ ക്ലച്ച് ഇടുന്നത് ലൂക്കിൻ്റെ ക്ലച്ചാണ് ഇതിനകത്ത് കയറ്റാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നോവയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ ചെയ്തത് ക്ലച്ചിൻ്റെ വർക്ക് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ക്ലച്ച് ഞാൻ കണ്ടില്ല. റിലീസ് ബെയറിങ് അത്രത്തോളം പോയതുകൊണ്ടാണ് ആ സൗണ്ടും അതുപോലെ തന്നെ ആ ഒരു സ്മെല്ലും വന്നത്. നമ്മൾ റിലീസ് ബെയറിങ് പൊട്ടാനായിട്ട് നിൽക്കുമായിരുന്നു, നമ്മൾ അഴിക്കുമ്പോഴാണ് അത് അഴിച്ച് പുറത്തെടുക്കുമ്പോഴാണ് അത് പുറപ്പെടുന്ന ആ ബെയറിങ് കംപ്ലീറ്റും പുറത്തു പോയത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണ് വണ്ടി നമ്മുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എപ്പോഴും അതുപോലെ ചെയ്യരുത്. ചെറിയൊരു സൗണ്ടോ എന്തെങ്കിലും ഒരു പന്തി കേട്ട് സൗണ്ടോ കാര്യങ്ങളോ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അടുത്തുള്ള വർക്ക്ഷോപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ ഷോറൂമിലോ കയറ്റിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എന്താണെന്ന് വെച്ചാൽ വഴിയിൽ പെടുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യ ഓട്ടത്തിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്, വഴിയിൽ കുടുങ്ങി കഴിഞ്ഞാലുള്ള ഒരു ബുദ്ധിമുട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ പിന്നെ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല, റിക്കവറി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് വണ്ടി എത്തിക്കാൻ പറ്റും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തൊരു വണ്ടിയുടെ സൗണ്ട് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ വാർണിംഗ് ലൈറ്റുകളാണെങ്കിലും ശരി, എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വർക്ക്ഷോപ്പിൽ കാണിക്കുക. വർക്ക്ഷോപ്പിൽ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചാൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്തിട്ട് വലിയ മേജർ കംപ്ലയിൻറ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ വണ്ടി ഓടിക്കുന്ന റണ്ണിങ് കണ്ടീഷനിലായിരുന്നു, അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അത്രത്തോളം ബെയറിങ് പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് അത്രത്തോളം പോയിട്ടുള്ളതായിട്ടും ഫീൽ ചെയ്തില്ല, ആ ഒരു സൗണ്ട് മാത്രമേ വന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ആ ബെയറിങ് എന്താ പറയുക ഗ്രീസ് കംപ്ലീറ്റ് പോയിട്ട് സൗണ്ട് ഇനീഷ്യൽ സ്റ്റേജ് ആണെന്നാണ് ഞാൻ ഓടിച്ചപ്പോഴും എനിക്ക് തോന്നിയത്. പക്ഷേങ്കിൽ അത് അത്രത്തോളം പോയിട്ടുണ്ട് റിലീസ് ബെയറിങ്, അതുകൊണ്ടാണ് ആ കംപ്ലൈൻറ്റ് വന്നിരുന്നത്. ഇപ്പോൾ ക്ലച്ച് ഭയങ്കര സ്മൂത്തായി, ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും പക്ക ഫ്രീ ആയി. എന്താ വെച്ചാൽ ബെയറിങ് കംപ്ലൈൻ്റ് ആയ പിന്നെ നമുക്ക് ഈ ഡിസെൻഗേജ് ചെയ്യിപ്പിക്കുന്നതിന് ഈ റിലീസ് ബെയറിംഗ് ആണ് ഈ പ്രഷർ പ്ലേറ്റിൽ പോയിട്ട് അമർച്ച് കൊടുക്കുന്നത്. അത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വർക്കാവില്ല. പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ആണെങ്കിലും ശരി, പിന്നെ നമുക്ക് ചവിട്ടുമ്പോഴാണെങ്കിലും സൗണ്ടും അതുപോലെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇതിനകത്ത് വരും. ഇപ്പോൾ വണ്ടി പക്ക ഓക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലച്ച് സെറ്റ് ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് മാറിയത് കൊണ്ട് കാലിലേക്ക് നല്ല ഫ്രീ ഉണ്ട്. ഇനിയിപ്പോൾ കസ്റ്റമർക്ക് ഓടിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് ഒരു ഫീലും കിട്ടും. പിന്നെ ബാക്കി കുറേ കംപ്ലൈൻറ്റുകളുണ്ട് കേട്ടോ ഈ വണ്ടിയിൽ. സ്റ്റിയറിംഗ് റാക്കിന് ലീക്ക് ഉണ്ട്, സസ്പെൻഷനിൽ പണികളുണ്ട്, പിന്നെ അതുപോലെ അങ്ങനെ കുറേ വർക്കുകൾ ഇതിനകത്തുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. നമുക്കിപ്പോൾ ക്ലച്ചിൻ്റെ വർക്കിന് മാത്രമാണ് അപ്രൂവൽ കിട്ടിയിരിക്കുന്നത്. അത് മാത്രം നമ്മൾ ചെയ്ത് പക്ക ക്ലിയർ ആക്കിയിട്ടുണ്ട്. വണ്ടി പക്ക ഓക്കെയാണ്, നോ പ്രോബ്ലം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എന്തെങ്കിലും ഒരു വണ്ടിക്ക് ഒരു അപാകത അല്ലാന്നുണ്ടെങ്കിൽ സൗണ്ട് വ്യത്യാസം അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഷോറൂമിലോ അല്ലാന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പിലോ അറിയിക്കുക. എന്നാൽ തന്നെ നമുക്ക് കറക്റ്റ് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മേജർ കംപ്ലൈൻറ്റിലേക്ക് പോകും. ചെറിയ പൈസ ചിലവാക്കുന്നത് പിന്നെ വലിയൊരു എമൗണ്ട് ചിലവാക്കേണ്ടി വരും. അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.